ഇന്നൊരു അടിപൊളി വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കൂമ്പെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കിന് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള വരണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെ ചതച്ചിട്ടാണ് തേങ്ങയുടെ അരപ്പുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരമണിക്കൂറോളം കുതിർത്ത് വെച്ച സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. കൂമ്പ് തോരൻ വെക്കുമ്പം ഒന്നെങ്കിൽ വൻപയർ വേവിച്ചതോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പോ ഇട്ട് കൊടുത്ത് കൂമ്പ് തോരൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായി. ഏകദേശം 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂമ്പ് തോരൻ റെഡി ആയിട്ട് കിട്ടും. ഇനി ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും ഇഷ്ടപ്പെടും.